മെയ് 13 മൗനിയായ വിശുദ്ധ ജോൺ മെത്രാൻ. 454 മുതൽ 559 വരെ കാലഘട്ടം. അർമേനിയയിൽ നിക്കോപോളിസിൽ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു. മാതാപിതാക്കന്മാർ അവന് നല്ല വിദ്യാഭ്യാസം നൽകി. ആത്മവിശുദ്ധീകരണം അഭിനിവേശമാക്കിക്കൊണ്ട് എളിമ അഭ്യസിക്കുവാൻ അവൻ അത്യന്തം പരിശ്രമിച്ചു. ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നിന്ദനങ്ങളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്യുവാൻ തുടങ്ങി. ശരീരത്തിൻ്റെ ദുഷിച്ച പ്രവണതകളെ പ്രതിരോധിക്കാൻ ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അവൻ അഭ്യസിച്ചു പോന്നു. ആത്മപരിത്യാഗങ്ങൾ ധാരാളമായി അനുഷ്ഠിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ ഏകാഗ്രത പാലിക്കാൻ വേണ്ടി വളരെ ചുരുക്കമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഏകാന്തതയിൽ കഴിയുമ്പോഴാണ് നിർബന്ധപൂർവം 28-ാമത്തെ വയസ്സിൽ കൊളോണിയൻ രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്തത്. പുതിയ രംഗത്ത് സന്യാസനിഷ്ഠയും തപസ്സും പാലിച്ചു പോന്നു. തൻ്റെ അജഗണത്തെ ക്രിസ്തീയ ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ 9 വർഷം അധ്വാനിച്ചു. എന്നാൽ ചില തിന്മകൾ തിരുത്തുക അസാധ്യമായി കണ്ടു. 10-ാം വർഷം മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് പാലസ്തീനയിൽ പോയി വിശുദ്ധ സാബായുടെ ലൗറയിൽ ഇതര സന്യാസികളോടൊപ്പം തപസ് ചെയ്യുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. വിശുദ്ധ സാബാസിന് പുതിയ സന്യാസിയെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു പുതിയ പർണശാല അനുവദിച്ചു കൊടുത്തു. ആഴ്ചയിൽ 5 ദിവസം ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല. ശനിയും ഞായറും ദൈവാലയാരാധനയിൽ പങ്കെടുത്തു പോന്നു. സുഹൃത ജപങ്ങൾ ചൊല്ലി ദൈവസാന്നിധ്യബോധം പുലർത്തി വന്നു. സാബാസിലെ സന്യാസികൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കണ്ട് അദ്ദേഹത്തിന് പൗരോഹിത്യം ശുപാർശ ചെയ്തപ്പോഴാണ് താൻ ഒരു മെത്രാനാണെന്നുള്ള കാര്യം പാത്രിയാർക്കീസിന് വെളിപ്പെടുത്തിയത്. സാബാസ് ഇക്കാര്യം മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സ്ഥലം വിടാൻ തുടങ്ങി. 4 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോയി വനാന്തരത്തിൽ താമസമാക്കി. അങ്ങനെ 9 കൊല്ലത്തെ മെത്രാൻ സ്ഥാനത്തിന് ശേഷം 76 കൊല്ലം മരുഭൂമിയിൽ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. 104-ാമത്തെ വയസ്സിൽ ബിഷപ്പ് ജോൺ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വചനം മലാക്കി 2-ാം അധ്യായം 7-ാം വാക്യം. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. വിചിന്തനം. തൻ്റെ അജഗണത്തെ ക്രിസ്തീയ ചൈതന്യം കൊണ്ട് നിറയ്ക്കുവാൻ ഇറങ്ങിത്തിരിച്ച വിശുദ്ധ ജോൺ എന്ന മെത്രാൻ സമൂഹത്തിലെ ചില തിന്മകൾ തിരുത്തുവാൻ അസാധ്യമായി കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. വിശുദ്ധ ജോണിൻ്റെ എളിയ തപോജീവിതത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുകയല്ലാതെ പരിഷ്കൃതരായ നാം എപ്രകാരം അദ്ദേഹത്തെ അനുകരിക്കും? വിശുദ്ധപദം കാക്ഷിക്കുന്നവർ എളിമയിൽ ചരിക്കുവാൻ ശ്രമിക്കട്ടെ.